അതാണ് നമ്മൾ വീഡിയോ കാണുന്നവർക്കുള്ള സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ വണ്ടിയുടെ ഒരു ഹെൽമെറ്റ് കൂടുതൽ കൊടുത്തിട്ടോ അത് വണ്ടിയുടെ വില കൂടുതൽ ഇട്ടിട്ടോ ഒരു ഹെൽമെറ്റോ അല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള സാധനങ്ങൾ കൂടുതൽ കൊടുക്കണേക്കായും നല്ലത് വില കുറച്ച് വാങ്ങിക്കുക. വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള ഓഫറാ, സ്പെഷ്യൽ ഓഫറാണ്. സ്പെഷ്യൽ ഓഫറാണ്. സ്പെഷ്യൽ ഓഫറാണ് 2012 മോഡല് ബുള്ളറ്റ്. ഞാൻ ഇവിടുന്ന് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ് വണ്ടി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്ന് എടുക്കാറുണ്ട്. എന്നാലും ഇവിടുത്തെ സർവീസും ഇതിൻ്റെ എല്ലാം നല്ല അടിപൊളിയാണ്. നമുക്ക് പറ്റാവുന്ന സാധാരണക്കാർക്ക് പറ്റുന്ന വിലയിലാണ് വണ്ടി കിട്ടുന്നത്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി എടുത്താലും ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്തു തരുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, പുള്ളിനറിയോ? സിനിമയിലൊക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അതെ, എവിടെയുള്ളത്? ഇത് എറണാകുളത്താണ്. എറണാകുളത്ത് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് ഇപ്പൊ അജാസും അരുണും എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പുതിയ കുറേ അധികം വണ്ടികളൊക്കെ ഉണ്ട്, വില കുറഞ്ഞ വണ്ടികൾ. അതേപോലെ തന്നെ സ്കൂട്ടറുകൾ, കുറേ സ്കൂട്ടറുകളുണ്ട്. അത് നിരന്നിരിപ്പുണ്ട് സ്കൂട്ടറുകളുണ്ട്. അതേപോലെ മൈലേജ് വണ്ടി, ബുള്ളറ്റ്, മൈലേജുള്ള വണ്ടിയുണ്ട്, വില കുറഞ്ഞ വണ്ടികളുണ്ട്. അത് പാഷൻ പ്രോ, ഗ്ലാമർ, യൂണിക്കോൺ, CT100, അതേപോലെ തന്നെ ആക്റ്റീവ, മൈലേജ് വണ്ടികളായ പിന്നെ പ്രീമിയം വണ്ടികളായ എക്സ്പൾസ്, ബുള്ളറ്റിന്റെ ഒക്കെ നല്ല കളക്ഷൻ. പ്രീമിയം വണ്ടികൾ R15 V3 അങ്ങനെ കുറെ വണ്ടികൾ നമ്മുടെ ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്ക് ലൊക്കേഷൻ, നമ്മൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം. എറണാകുളത്താണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ 550 ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ്. അത് ബോർഡൊക്കെ ഇട്ടുണ്ട്. എല്ലാവർക്കും ദൂരത്തുനിന്നാലും കാണാം. അപ്പൊ നമുക്ക് റോഡിന്റെ എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ ബൈക്ക് മാർട്ട് കാണാൻ പറ്റും. നമ്മുടെ 550 പില്ലറിന്റെ ഫ്രണ്ടിൽ തന്നെയാണുള്ളത് ഒക്കെ ഉള്ളത്. നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾക്ക്, സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ലോണിലൂടെ എടുക്കാം. സെക്കൻഡ് യൂസ്ഡ് ബൈക്കുകൾ നമുക്ക്, യൂസ്ഡ് ബൈക്കും സ്കൂട്ടറും എല്ലാം ലോണിലൂടെ എടുക്കാം. അതും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റും. കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇവിടെ എല്ലാ വണ്ടി കിട്ടും. കേരളത്തിൽ എവിടെയും നമുക്ക് ലോൺ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതായത് നിങ്ങളൊരു വണ്ടി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷനിൽ എല്ലാ വണ്ടികളും നമ്മുടെ ഷോറൂമിലുണ്ട്. നമ്മുടെ വണ്ടികളുണ്ട്, എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് അത് ലോണും എടുക്കാം. അപ്പൊ നമുക്ക് അപ്പൊ ലോണിനെ കുറിച്ച് പറയുമ്പോൾ ലോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോ കൂടുതൽ എന്ന് പറയും. നമുക്ക് ലോണിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇടയ്ക്ക് പറയുന്നതായിരിക്കും, സ്കിപ്പ് ചെയ്ത് കാണാം. ഈ വണ്ടി ഏതായിരുന്നു? ഇതാണെങ്കിൽ അവനീസ് ആണ്, 2022 മോഡൽ അവനീസ്. നല്ല വണ്ടികളാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് പറയണേ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുമ്പോൾ ഇവിടെ ചോദിക്കുന്ന വില നിങ്ങൾ നോക്കണ്ട. ഇവിടെ ചോദിക്കുന്ന വില റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്ന വിലയേക്കാൾ കൂടുതലായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അത് അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോയിൽ കാണുന്ന റേറ്റിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമർക്ക്, ഈ വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ അതാണ്. മാക്സിമം ഡിസ്കൗണ്ടിൽ വണ്ടി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2022 മോഡൽ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷനിലുള്ള അവനീസ് നമുക്ക് വെറും 78,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മൾ ഇവിടെ വരുമ്പോൾ ചോദിക്കുന്ന വില 85 ആണ്. ആ 85 അല്ല, നമുക്ക് 78,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഏകദേശം 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം. 10,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി കിട്ടും. അവനീസ്, അലവിയിൽ ഡിസ്ക് ബ്രേക്ക് ഉള്ള ഈ വണ്ടി. അതേപോലെ എൻഡോർക്ക് ഇഷ്ടം പോലെ എൻഡോർക്കുകൾ ഇരിക്കുന്നുണ്ട്. ഏകദേശം 50,000 രൂപ മുതൽ വരുന്ന എൻഡോർക്കുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ എൻഡോർക്കിന് നമ്മളിപ്പോൾ ഒരു റേറ്റ് പറയുന്നുണ്ട്. ഈ റേറ്റിലും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളായിരിക്കും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതേ വണ്ടിയുടെ വിലകളിലേക്ക് വരാൻ 2021 വണ്ടിയാണ്. 2021 വണ്ടി നമ്മളിവിടെ ചോദിക്കണ പോലെ 80 ആണ്. നമ്മൾ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഈ വണ്ടി 75,000 രൂപയ്ക്ക് കൊടുക്കാം. പുതുപുത്തൻ ടയർ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. വണ്ടികളെല്ലാം നല്ല നീറ്റ് വണ്ടിയാണ്. വെറും 75,000 രൂപയ്ക്ക് 2021 സൂപ്പർ സ്ക്വാഡ് വണ്ടി കൊടുക്കാം. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. സ്കൂട്ടറൊക്കെ ഏകദേശം 10,000 മതി കേട്ടോ. പിന്നെ എൻഡോർക്ക് വീണ്ടും ഇരിക്കുന്നുണ്ട് 2022 78,000 രൂപ. 78,000 രൂപ നമ്മൾ ചോദിക്കണ പോലെ 85 ആണ്. 78,000 രൂപയ്ക്ക് തരാം. അതാണെങ്കിൽ 2021 റേസ് എഡിഷൻ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഫ്രണ്ടിൽ ടയർ മോശമാണ്, പുതിയ ടയർ ഇട്ട് കൊടുക്കാം. ഈ വണ്ടി 2021 വണ്ടി 75,000 രൂപയ്ക്ക് പുതിയ ടയർ ഇട്ട് കൊടുക്കാം. പുതിയ ടയറിന് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വണ്ടി മാറ്റിയായിരുന്നു. ഏകദേശം 1,500 മേലെ വരുന്നുണ്ട് എന്റെ ടയർ മാറ്റി കൊടുക്കൂട്ടോ. ഇതും 2021 വണ്ടിയാണ്, 75,000 രൂപ. ഇത് 2022 ആണ്, 78,000 രൂപ. ഇത് 2021 വണ്ടിയാണ്, 75,000 രൂപ. ഇത് 2022 വണ്ടിയാണ്,
80,000 രൂപ. നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉറപ്പാണ്. 2022 വണ്ടി നമുക്കൊരു 80,000 രൂപ. ഇത് 2023 വണ്ടിയാണ്, നമുക്കൊരു 90,000 രൂപ, 88,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ഒന്നാന്തരം വണ്ടി, ക്ലീൻ വണ്ടി. അതെ, ഇത് 22 വണ്ടിയാണ്, നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് XP എന്ന് പറഞ്ഞ മോഡലാണ്, നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞ 2019 വണ്ടിയാ, വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപ മുതൽ നമ്മുടെ എൻടോർക്ക് ഉണ്ട്. 2019 വണ്ടി. അതേപോലെ തന്നെ ഇനി ഡിയോയാണ്, ഡിയോയുടെ 2022 വണ്ടി, വെറും 70,000 രൂപ. വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. സ്പെഷ്യൽ ഓഫർ 68,000. ഇത് 2021 വണ്ടി, 65,000 രൂപ. വീഡിയോ വണ്ടി കഴിയുന്നവർക്ക് നമുക്ക് ഒരു 64,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചു എടുക്കാം. നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് വീഡിയോ കണ്ടിട്ടാണ് പറയണം, അല്ലാതെ വന്നിട്ട് റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീഡിയോ വീഡിയോ കാണുന്നവരാണല്ലോ, നമ്മൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരാണ് ഈ വണ്ടി നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്നത്. അപ്പൊ പറയണം ഞങ്ങളത് പിന്നെ അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്നേക്കണെയാണ്, നമുക്ക് ഈ വിലക്ക് തരാമെന്ന് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് തരും. അതാണ് നമ്മൾ വീഡിയോ കാണുന്നവർക്കുള്ള സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ വണ്ടിയുടെ ഒരു ഹെൽമെറ്റ് കൂടുതൽ കൊടുത്തിട്ടോ, അത് വണ്ടിയുടെ വില കൂടുതൽ ഇട്ടിട്ടോ ഒരു ഹെൽമെറ്റോ അല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള സാധനങ്ങളും കൂടുതൽ കൊടുക്കണേക്കായും നല്ലത്. വില കുറച്ച് വാങ്ങിക്കുക. അപ്പൊ ഇനി അത് നമുക്ക് പറയാം. അതിൽ 2019 മോഡൽ വണ്ടി, ഈ വണ്ടിയുടെ 45,000 രൂപയാണ്. നല്ല വണ്ടിയാണ്. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. ഏകദേശം ഒരു 1,500 വെച്ച് അടവ് വരുള്ളൂ. ജൂപ്പിറ്റർ 2022 വണ്ടിയാ, നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡൽ വണ്ടി, 68,000 രൂപ. നല്ല വണ്ടി. ഇത് 2021 വണ്ടി, ഇതും നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാ. ആക്സസ് 3 എണ്ണം ഇരിക്കുന്നുണ്ട്. 2019 മോഡലാ. 3 വണ്ടി 2019 വില 55,000 രൂപയാണ്. നമുക്ക് ആജാസിന്റെ വീഡിയോ 53,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അതൊക്കെ 10 രൂപ അടച്ചാൽ മതി. പിന്നെ 2016 ആക്ടിവ 38,000 രൂപ. അതേപോലെ തന്നെ അപ്രില 2018 അപ്രില വെറും 40,000 രൂപ. 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രിൽ ഇറക്കാം. അപ്രിൽ ഇറക്കാം. അതെ, പല വണ്ടികൾക്കും സ്കൂട്ടി പെപ്പ് 2000 ഓടിച്ച് പഠിക്കാം. 12,000 രൂപ, വെറും 12,000 രൂപയ്ക്ക് നമുക്ക് ഈ സ്കൂട്ടി പെപ്പ് കൊടുക്കാം. വെറും 12,000 രൂപയ്ക്ക്. നല്ല നീറ്റ് വണ്ടിയാണ്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഓടിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് പലർക്കും ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. വെറും 12,000 രൂപയ്ക്ക് സ്കൂട്ടി പെപ്പ്. അതിലടിക്കില്ല. ഇത് 2016 വണ്ടിയാ. 2016 ആക്സസ് നമുക്കൊരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ റേസ്ഡ് 2016 വണ്ടിയാ, 32,000 രൂപയ്ക്ക് കൊടുക്കാം. മാസ്റ്റർ 2018 വണ്ടിയാ, നല്ല വണ്ടിയാ. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം 33,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2013 പ്ലഷർ 22,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് പ്ലഷർ പ്ലസ് 2022 വണ്ടി 58,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 58,000 രൂപ. ഷോറൂം കണ്ടീഷൻ വണ്ടിയാ. ഏവിയേറ്റർ 2018 ഏവിയേറ്ററാ. അലോയ് വീല് ഡിസ്ക് ബ്രേക്ക് ഉള്ള ഏവിയേറ്റർ ആണിത്. സാധാരണ ഏവിയേറ്റർ അല്ല, അലോയ് വീലും ഡിസ്ക് ബ്രേക്കും ഉള്ള ഏവിയേറ്റർ 2018 മോഡൽ വണ്ടിയാണ്. 45,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 5,000-6,000 അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2014 മോഡൽ റേസ്ഡ് ആണ്, നമുക്കൊരു 27,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഇനി ബൈക്കാണ്. ബൈക്കുകൾ യൂണിക്കോൺ 1, 2, 3, 4 അഞ്ച് യൂണിക്കോൺ നമ്മുടെ അവൈലബിൾ ആണ്. 2011 മോഡൽ യൂണിക്കോൺ 23,000 രൂപ. 23,000 മൈലേജ് ഉള്ള യൂണിക്കോൺ ചോദിക്കുന്നതാണ്. ഇത് 2018 മോഡലാ. 2018 മോഡൽ യൂണിക്കോൺ നമുക്ക് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2018 മോഡൽ യൂണിക്കോൺ ആണ്. ഇതാവുമ്പോൾ നമുക്കൊരു 72,000 രൂപ വരും. നല്ല വണ്ടിയാ. 72,000 രൂപ വരും. വണ്ടിയുടെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്, അതാണ് വില വ്യത്യാസം. ഇതാണെങ്കിൽ 2013 വണ്ടിയാണ്, നമുക്കൊരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. 30,000 കൊടുക്കാം. ഈ ഗ്ലാമർ 2011 മോഡൽ ഗ്ലാമറായി വെറും 20,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 20,000. പിന്നെ ഈ ഗ്ലാമർ ആണെങ്കിൽ 2016 വണ്ടിയാണ്, നമുക്കൊരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഗ്ലാമർ 2018 വണ്ടിയാണ്, 40,000 രൂപയ്ക്ക് കൊടുക്കാം. സ്പെഷ്യൽ ഓഫർ നമുക്ക് 45 ചോദിക്കണമല്ല, 40 കൊടുക്കാം. പിന്നെ പാഷൻ ഇരിക്കുന്നുണ്ട്. പാഷൻ 2011 മോഡൽ പാഷനാണ്, നല്ല വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ നമുക്ക് വെറും 18,000 രൂപ കൊടുക്കാം. ഈ പാഷൻ 18,000 പാഷൻ ഇരിക്കുന്നുണ്ട്. പൾസർ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില. ഏതാ മോഡലിക്കാ? 2016 പാഷൻ 17 2017 പൾസർ നമുക്കൊരു വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഡൗൺ പേയ്മെന്റ് വരും. 2010 അതിനൊക്കെ 5,000 രൂപ. അതേപോലെ തന്നെ പൾസർ 220 2014 പൾസർ 220 വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 മോഡൽ വണ്ടി 30,000 രൂപയ്ക്ക് 220 കൊടുക്കാം. 30,000 രൂപയ്ക്ക് 220 ഹൈലൈറ്റ് ആയിട്ട്. അത്
ഇത് 2021 മോഡലാണ്. 2021 മോഡൽ 220 വെറും 83,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. ഇത് 2018 മോഡൽ വണ്ടി 55,000 രൂപയ്ക്ക് കൊടുക്കാം. 55,000. ഇതാണെങ്കിലോ ഇത് 2021 മോഡൽ 220 ആണ്. നിസാര വിലയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഇത് ഡൊമിനോർ ആണെങ്കിൽ 250 ആണ്. 2021 മോഡൽ 250 വണ്ടിയാണ്. വണ്ടി നല്ലതാണ്. നമുക്ക് ഏകദേശം ഒരു 1,30,000 കൊടുക്കാം. 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 25,000 അടച്ചാൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്പൾസിന്റെ റാലി എഡിഷൻ ആണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയൊരു മുട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഉള്ള കാര്യം പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് വേറെ കുഴപ്പമോ കാര്യങ്ങളോ പറഞ്ഞു വേണ്ടിണ്ടാവും. അപ്പൊ ഈ വണ്ടിയുടെ വില വെറും 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ബുള്ളറ്റ് 65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 65,000 രൂപ 2015 മോഡൽ വണ്ടി. ഒരു ഇലക്ട്ര നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. 65,000 രൂപയ്ക്ക് കൊടുക്കാം. 15,000 രൂപ അടച്ച വണ്ടി എടുക്കാം. 15,000 ഡൗൺ പേയ്മെന്റ് 65,000 ബുള്ളറ്റ്. അതേപോലെ തന്നെ ജിക്സർ SF 2016 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. ഡ്യൂക്ക് അടുത്തത് ഡ്യൂക്ക് ആണ്. ഡ്യൂക്ക് 250 2020 മോഡൽ 250 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ്. സ്പെഷ്യൽ ഓഫറാണ്. അല്ലെങ്കിൽ ഈ വണ്ടിക്ക് 1,75,000 പോണ വണ്ടി 1,70,000. സ്പെഷ്യൽ ഓഫറാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സ്പെഷ്യൽ ഓഫറാണ്. 1,55,000. പിന്നെ അജാസ് കൈ വച്ചേക്കണം ബുള്ളറ്റ് 2012 മോഡൽ. 2012 മോഡൽ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. എങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല നീറ്റാണ്. വണ്ടി കുഴപ്പമില്ല. നല്ല പക്ക വണ്ടിയാണ്. നല്ല സൗണ്ടുള്ള വണ്ടിയാണ്. അതേപോലെ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കണം? 2012 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ്. ഇത് നല്ല ഉഗ്രം വണ്ടിയാണ്. എത്ര കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2012 അല്ലേ? 2012 50,000 രൂപ. 56,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം അടുത്ത് വന്ന് 56,000 രൂപയ്ക്ക് നല്ല സ്റ്റാൻഡേർഡ് വണ്ടി, കിടിലൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടി. അടിച്ചു പോയി. കിലോമീറ്റർ പറയുകയാണെങ്കിൽ മീറ്റർ കംപ്ലൈന്റ് ആണ്. ഏകദേശം ഒരു 50,000 കോടി ഓടിയിട്ടുണ്ടാവും. സ്പെഷ്യൽ ഓഫറാണ്. 2012 മോഡല് ബുള്ളറ്റ് 56,000. പിന്നെ 2016 അല്ലേ വേണ്ടത്? നമ്മൾ 2015 വണ്ടി 15,000 എത്രയായിരുന്നു? 65,000. പിന്നെ അടുത്ത വണ്ടി ഇത് എക്സ്പൾസ് നമ്മൾ പറഞ്ഞില്ല. എക്സ്പൾസ് 2020 എക്സ്പൾസ് 4V അല്ല, എക്സ്പൾസ് വണ്ടിയാണ്. 200 ആണ്. ABS വണ്ടിയാണ്. 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് വെറും 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 20,000 രൂപ 20 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും. വണ്ടി നല്ല എക്സ്പൾസ് ആണ്. അതേപോലെ തന്നെ NS 2000 NS ആണ്. NS 2-3-4 വണ്ടി വണ്ടി ഇപ്പൊ സ്റ്റോക്ക് കുറവാണ്. NS വണ്ടി വരുന്നുണ്ട്. ഇത് 2018 മോഡൽ ABS വണ്ടിയാണ്. നമുക്ക് വെറും 85,000 രൂപയ്ക്ക് നമുക്ക് ഈ NS കൊടുക്കാം. നല്ല വണ്ടി, നല്ല എഞ്ചിൻ, നല്ല ബോഡി ടയർ. 15 രൂപ മതി നമുക്ക് കൊടുക്കാം. ഇത് 2018 വണ്ടിയാണ്. നമുക്ക് ഒരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതാണ് 2022 മോഡൽ 200 ആണ്. നമുക്ക് 1,00,000 2022 വണ്ടിയാണ്. പക്ക കണ്ടീഷൻ വണ്ടി, നീറ്റ് വണ്ടി, ABS ഉള്ള ഈ വണ്ടിക്ക് നമുക്ക് വെറും മാക്സിമം നമുക്ക് വെറും 90,000 രൂപയ്ക്ക് 2022 ABS ഉള്ള കിഡിലും വണ്ടി, ഫ്രണ്ടിലും ബാക്കിലും ABS ഉള്ള വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. 90,000 രൂപയ്ക്ക് ഏകദേശം 10 രൂപ അടച്ചാൽ മതി. 10 രൂപ NSന്റെ 160 ആണ്. 200ന്റെ സ്റ്റിക്കർ ഒക്കെ ആയിട്ടാണ് വണ്ടി കേട്ടോ. എനിക്ക് കൺഫ്യൂഷനായി. ഇത് പൾസർ 150 ആണ്. 2018 വണ്ടിയാണ്. വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി. നല്ല വണ്ടിയാണ്. അതേപോലെ നമുക്ക് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണത്. ഏതാണ്? ലിമിറ്റഡ് എഡിഷൻ സ്റ്റിക്കർ അടിച്ചേക്കുന്നതാണോ? അത് CT100ന്റെ ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. 2021 മോഡൽ വണ്ടി, പളുങ്ക് വണ്ടി. വണ്ടി കഴിഞ്ഞിട്ട് നോക്കി, വണ്ടി കിടന്ന് തിളങ്ങുന്നുണ്ട് കണ്ട. വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. 2021 വണ്ടിയാണ്. 2021 CT100 നമുക്ക് വെറും 48,000 രൂപ. 55 നമ്മൾ വെക്കുന്നത്. 2020 48,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചാൽ വണ്ടി എടുക്കാം. 5,000 രൂപക്ക് മൈലേജ് വണ്ടി. അടുത്തത് CT110X. അത് എത്ര? 2022 തന്നെ കുറെ ഇരിപ്പുണ്ട്. നമുക്കൊരു 60 രൂപ റേഞ്ചിന് കൊടുക്കാം. 2022 23 വണ്ടി ഇരിപ്പുണ്ട്. 23 125 ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ CT110X കുറെ ഉണ്ടായിരുന്ന എല്ലാം തീർന്ന
ഈ ഡെലിവറിക്കൊക്കെ ആകുമ്പോൾ ഡെലിവറി പിള്ളേരും 70 മൈലേജ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും നമുക്ക് പെട്രോളിന്റെ ആവശ്യം മുതലാവുണ്ട്. അപ്പൊ ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ ഏകദേശം 60,000 രൂപയാണ് വില. ഏകദേശം ഒരു 10 രൂപ താഴെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഏകദേശം 5 രൂപ. 2023 വണ്ടിയാണ്. ഇതാകുമ്പോൾ 67,000 രൂപ വരും. CT 125 ആണ്. ഏകദേശം ഒരു 10 രൂപ അതിന് അടച്ചാൽ മതി. പിന്നെ പ്ലാറ്റിന 2 അത് രണ്ടും ഇത് 2019 മോഡലും ഇത് 2022 മോഡലുമാണ്. 2022 മോഡലാണെങ്കിൽ ഏകദേശം ഒരു 58,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 38,000 രൂപയ്ക്കും കൊടുക്കാം. ഏകദേശം ഒരു 5 രൂപ അടച്ചാൽ മതി. ഫിനാൻസിന്റെ ഡീറ്റെയിൽ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്, പല വണ്ടികൾക്കും പല രീതിയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, വീട്ടിലെ കറണ്ട് ബില്ല്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ്. പിന്നെ അപ്പൊ കരടച്ച രസീത് അതൊന്നും വേണമെന്നില്ല. നമ്മുടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മതി. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, പുള്ളിനെ അറിയോ? സിനിമയിലൊക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഏതാണ് അവിടെ കുറെ സിനിമയിലൊക്കെ ഉള്ള ആളാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പൊ ആക്ഷൻ ഹീറോ ബിജുലൊക്കെ അതാണ്. പേരെന്തായിരുന്നു? ഹാരിസ് എന്നാണ് പേര്. നമ്മുടെ കൂട്ടുകാരനാണ്. നമ്മുടെ അടുത്ത് എപ്പോഴും മഞ്ഞ ആളാട്ടോ. അപ്പൊ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാ. നമ്മുടെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. സന്തോഷം. ഞാനും കണ്ടപ്പോ എവിടെയോ കണ്ടെന്ന് വിചാരിച്ചു, മനസ്സിലായില്ല. അതാണ്. ഓക്കെ, ഇവിടെ തന്നെയാണ് താമസിക്കുക. ഫ്രണ്ടാണ്. പിന്നെ അഭിദോസ്താണ്. എപ്പോഴും വണ്ടി എടുക്കാനും പുള്ളിയുടെ കൂട്ടുകാർക്കാരെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാറുണ്ട്. അപ്പൊ ജസ്റ്റ് വന്നപ്പോ പുള്ളിനെ അല്ല സിനിമയിലെ കണ്ടുള്ളൂ, നല്ല പരിചയം തോന്നുള്ളൂ. ഏതാണ് പുള്ളിനെ എല്ലാവർക്കും നല്ല പരിചയം. എവിടെയാന്ന് ഓർമ്മ കിട്ടില്ല, അതാണ് പ്രശ്നം. അല്ല, ആക്ഷൻ ഹീറോ എന്ന് പറയുമ്പോ എനിക്ക് കത്തിയില്ലേ? ഒരു മാസ ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ. നീ നിന്റെ പിള്ളേരെ തീറ്റിപ്പിക്കോ വീട്ടിൽ കൂടെ അല്ലേ? ആ ഒരു ഡയലോഗ് വരുന്നുണ്ടല്ലോ. അതിന്റെ സെക്കൻഡ് ഭാഗമൊക്കെ വരുന്നുണ്ടല്ലോ. അതിനകത്തുണ്ടല്ലോ, അതിലുണ്ട്. വരാൻ പോണ സിനിമയിലെ അടുത്ത കഥാപാത്രമൊക്കെയാണ്. ശരി ശരി, ജയിൽ പുള്ളിയായിട്ടുള്ള റോള്. ഓക്കെ ഓക്കെ, നമ്മ എല്ലാ പടം കണ്ടോണ്ട് മൊത്തം മിക്സ്ഡ് ആണ്. അപ്പൊ താങ്ക് യു. ഓക്കെ, ഹോണ്ടയുടെ ഷൈൻ SP എന്ന് പറഞ്ഞ മോഡൽ കിഡിലം വണ്ടികൾ, ഷോറൂം കണ്ടീഷൻ വണ്ടികൾ. 3 വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 അല്ല 4 എണ്ണം ഇരിക്കുന്നുണ്ട്. നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. ഈ വണ്ടിയുടെ മൈലേജ് എത്രയായിരിക്കും? ഏകദേശം 70 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. CT പിന്നെ ഹോണ്ടയുടെ ഷൈൻ SP എന്ന് പറഞ്ഞ മോഡൽ. വണ്ടി കണ്ടറിയാം വണ്ടിക്ക് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടോ? വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. പുതിയ വണ്ടിക്ക് 1,15,000 രൂപ 20 വില വന്ന വണ്ടിയാണ്. നമുക്കൊരു 73,000 രൂപ, 75 നമ്മളിവിടെ ചോദിക്കുന്ന വില. വീഡിയോ കണ്ടുവരുന്നവർക്ക് 73,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് വണ്ടികളാണ്. വണ്ടികൾ ഓരോന്നിന്റെയും വീഡിയോ അടുത്ത് വെച്ച് നോക്കിയോ, ടയർ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ടയർ മാറ്റി കൊടുക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതും ഹോർണറ്റ് അല്ല, ഇതും ഹോണ്ടയുടെ തന്നെ ഷൈൻ SP എന്ന് പറഞ്ഞ മോഡലാണ്. അതാണെങ്കിലും നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്. പിന്നെ അതെല്ലാം ഏകദേശം 10 രൂപ 2022 വണ്ടികളാണ്, നല്ല വണ്ടികളാണ്. പിന്നെ അത് വരുന്നത് ആക്റ്റീവ നല്ല കിഡിലൻ ആക്റ്റീവ 2020 മോഡൽ വണ്ടി, 62,000 രൂപ. നമുക്കൊരു 10 രൂപ അടച്ചെടുക്കാം. വണ്ടി നല്ലതാണ്. വെറും കിലോമീറ്റർ കുറവായതുകൊണ്ടാണ് നമ്മൾ റേറ്റ്. ഇതാണെങ്കിൽ 2018 മോഡൽ നല്ല വണ്ടി, ഷോറൂം കണ്ടീഷൻ, ആക്റ്റീവ 125 ആണ്, നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 47,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മളിവിടെ വരുമ്പോൾ ചോദിക്കണമല്ല 50 ആണ്, അത് നോക്കണ്ട. വീഡിയോ കണ്ടുവരുന്നവർക്ക് 47,000 രൂപയ്ക്ക് കൊടുക്കാം. വീഡിയോ കാണുന്നവർക്കാണ് ബെനിഫിറ്റ്. 7,000 രൂപ അടച്ചാൽ മതി. 7,000 രൂപ. ഇത് 2020 മോഡൽ ആക്റ്റീവ് ആണ്, നല്ല വണ്ടി തന്നെയാണ്. ഇതും നമുക്കൊരു 62,000 രൂപയാണ് ചോദിക്കണമല്ല, 60 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2015-16 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 33,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ യമഹയുടെ വെർഷൻ 3 എന്ന് പറഞ്ഞ മോഡലാണ്, നല്ല വണ്ടി, നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് നിസാര വിലയ്ക്ക് ഏകദേശം ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2013 വണ്ടിയാണ്. 2013 ഈ വണ്ടി നമുക്ക് വെറും 32,000 രൂപയ്ക്ക് നമുക്ക് FC കൊടുക്കാം. വെറും 32,000 രൂപയ്ക്ക് കൊടുക്കാം. പുറത്തൊരു പുതിയ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ. പുതിയ വണ്ടി ഇത് ഇപ്പൊ വന്ന വണ്ടിയാണ്. 2017-18 വണ്ടിയാണ്. ഫുൾ ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണല്ലോ. ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അലോയ് വീൽ ഉണ്ട്. അതേപോലെ തന്നെ അലോയ് വീലൊക്കെ അലോയ് വീലുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും അലോയ് വീലാണ്, ഡിസ്ക് ബ്രേക്ക് ആണ്. നല്ല ക്ലീൻ വണ്ടി.
2017-18 വണ്ടിയാണ്. നമുക്ക് വെറും ഇത് നമുക്ക് കിലോമീറ്റർ ഇതിനകത്ത് മീറ്റർ എന്തോ മാറ്റി വെച്ചിട്ടുണ്ട്. വണ്ടി നല്ലതാണ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,05,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ടാങ്ക് റെഡ് കളർ, അടിപൊളി വണ്ടി. 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാലും നമുക്ക് ലോൺ കിട്ടും. നല്ല നീറ്റ് വണ്ടി, ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ടയറ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്. ഇപ്പൊ വന്ന വണ്ടിയാണ്. നല്ല വണ്ടി, നല്ല നീറ്റ് വണ്ടി. കഴുകിയെടുത്താൽ മാത്രം മതി. വണ്ടി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തരാം മോനെ. നല്ല വണ്ടി തന്നെയാണ്, നല്ല നീറ്റ് വണ്ടി. ഞങ്ങൾ അറിയിക്കാം ഇതിന്റെ വണ്ടി കൊണ്ടോ ചിലപ്പോ. അതാണ് കുഴപ്പമില്ല. അലൈവീൽ വണ്ടി ഉണ്ടോ, ഇത് കൂടി അലൈവീൽ വണ്ടി ഈ വണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് വീണ്ടും വണ്ടികളുണ്ട് നമുക്ക്. ഈ വണ്ടിയൊക്കെ ഇപ്പൊ ഡെലിവറി കൊടുക്കാൻ ഡെലിവറി വണ്ടി, അതൊക്കെ ഡെലിവറി ഉള്ള വണ്ടികളാണ്. ഇത് V3 ആണ്, 2022 മോഡൽ V3 ആണ്. 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഹണ്ടർ ഉണ്ട്. അതാകുമ്പോൾ ഒരു 30 രൂപ അടച്ചാൽ 30 രൂപ 40 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ V3 എടുക്കാം. അതേപോലെ തന്നെ ഹണ്ടർ ഉണ്ട്. ഹണ്ടർ 2023 വണ്ടിയാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ABS ഉള്ള ഈ വണ്ടി നമുക്ക് 1,48,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 35,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹണ്ടർ എടുക്കാം. അതേപോലെ തന്നെ N250 ആണ്, ABS വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടി. അതേപോലെ തന്നെ N250 250 cc NS-ന്റെ 250 ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,02,2022 വണ്ടി 1,05,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 1,5 കൊടുക്കാം. ഏകദേശം ഒരു 20 രൂപ 20 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പുത്തൻ വണ്ടി എടുക്കാം. അതേപോലെ തന്നെ CB300 ഹോണ്ടയുടെ വണ്ടിയാണ്. 2022 വണ്ടിയാണ്. 8,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷനുള്ള ഈ വണ്ടി 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും ഒരു 30 രൂപ മതിയാവില്ലേ? പിന്നെ 30 രൂപ അടച്ചെടുക്കാം. അതേപോലെ തന്നെ MT 2021 മോഡൽ വണ്ടിയാണ്. 2021 മോഡൽ MT 1,40,000 രൂപയ്ക്ക് 2021 വണ്ടി കൊടുക്കാം. 1,40,000. അതിനകത്ത് ഏകദേശം നമുക്കൊരു 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ ബുള്ളറ്റ് 2022 ഷോറൂം കണ്ടീഷനിലുള്ള ബുള്ളറ്റ് 2022 ഈ വണ്ടി നമുക്ക് വെറുതെ 1,30,000 രൂപയാണ് നമ്മൾ 1,28,000 കൊടുക്കാം. 1,28,000 കൊടുക്കാം. അടുത്തത് ഡോമിനോർ 250 2021 മോഡൽ വണ്ടിയാണ്. 2020 നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടി. 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇത് ഒരു 30 അത് ഹിമാലയ 30 അടച്ച് 28,000 രൂപ അടച്ചാൽ എടുക്കാം. ഹിമാലയ 2019 ABS വണ്ടിയാണ്. കാരണം അതാകുമ്പോൾ നമുക്ക് 1,55 വില. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നല്ല വണ്ടിയാണ്. അതൊരു എത്ര വരും? 40 രൂപ 40 രൂപ അടച്ചു എടുക്കാം. അടുത്ത 350X അല്ലേ? അതുപോലെ തണ്ടർബേർഡ് 350X ഓൾറെഡി സെയിൽ ആയതാണ്. 1,15,000 രൂപയ്ക്ക് കൊടുത്താണ്. ഇതാണെങ്കിൽ ഹിമാലയൻ അതാണെങ്കിൽ 2018 മോഡൽ വണ്ടിയാണ്. 1,00,000 രൂപയ്ക്ക് നമുക്ക് ഈ ബുള്ളറ്റ് കൊടുക്കാം. നമുക്ക് ഹിമാലയ കൊടുക്കാം. 2018 മോഡല് 1,00,000 രൂപ. 1,00,000 രൂപ ഹിമാലയൻ. 1,00,000 രൂപയ്ക്ക് ഹിമാലയൻ 2018. അപ്പൊ അതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് 4ാമത്തെ ഓണറാണ്. ഓണർഷിപ്പ് സ്വല്പം ആയാലും 1,00,000 രൂപയ്ക്ക് ഹിമാലയൻ നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഹണ്ടർ 2023 മോഡൽ ഹണ്ടറാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വിസ്റ്റോം 2022 മോഡൽ വണ്ടി 8,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓഫർ കൊടുത്ത് മടുത്തു 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതെ, 1,85,000 രൂപ. നമ്മുടെ വണ്ടിയല്ല, വേറെ ഒരാളെ പാർക്കാൻ കുറച്ച് കൊടുത്തന്നെ. അപ്പൊ അതേപോലെ തന്നെ 2022 മോഡൽ 21 മോഡൽ സ്റ്റാൻഡേർഡ് 21 മോഡൽ ക്ലാസിക് ആണ്. നല്ല ഷോറൂം കണ്ടീഷനിലുള്ള എക്സ് സ്റ്റാൻഡേർഡ് ക്ലാസിക് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ABS കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡൽ ക്ലാസിക്. അതേപോലെ തന്നെ 2018 മോഡൽ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നമുക്കൊരു 95,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡൽ ക്ലാസിക് ഉണ്ട്, നമുക്ക് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 മോഡൽ ക്ലാസിക് ഉണ്ട്, നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2018 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. അതിനപ്പുറത്ത് 2010 ഇലക്ട്രിക് ഇരിപ്പുണ്ട് 90,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഈ ബുള്ളറ്റിനൊക്കെ ഏകദേശം ഒരു 15 രൂപ 20 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. ലാസ്റ്റ് 15,000 രൂപയ്ക്ക് എടുക്കാം. അതേപോലെ തന്നെ ലാസ്റ്റ് ഇരിക്കുന്ന ബുള്ളറ്റ് ആണെങ്കിലും 2019 മോഡലാണ്. അതും നമുക്ക് വെറും 1,00,000 രൂപയ്ക്ക് 2019 മോഡൽ ബുള്ളറ്റ് കൊടുക്കാം. ഇതാണെങ്കിൽ 2018 മോഡൽ ക്ലാസിക് ആണ്. 2018 അല്ല
2019 മോഡൽ ക്ലാസിക്കാണ്. 2019 മോഡൽ ABS വരുന്ന ക്ലാസിക്ക് 1,28,000 രൂപ കൊടുക്കാം. ഏകദേശം ഒരു 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. വണ്ടി ഷോറൂം കണ്ടീഷൻ, നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ബുള്ളറ്റിന്റെ കേസൊക്കെ പറഞ്ഞ പോലെ എല്ലാ ബുള്ളറ്റും ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. വണ്ടികൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നിങ്ങൾ വന്ന് നോക്കുകയോ വണ്ടികൾ നോക്കിയിട്ട് വണ്ടികളുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ പരിഹരിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ വണ്ടി എടുക്കുക. വണ്ടികൾ എല്ലാ തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ വരിക, വണ്ടി ഓടിച്ചു നോക്കുക, പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വണ്ടി എടുക്കുക. നമ്മൾ എടുത്ത് എല്ലാം ലോഡും എല്ലാം കാര്യം കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പണിയാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നമ്മൾ വണ്ടി എടുക്കുക. അതാണ്, അത് വണ്ടി ഓടിച്ചു നോക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ മെക്കാനിക്കിനെ കാണിക്കണമെങ്കിൽ മെക്കാനിക്കിനെ കാണിക്കാം. അങ്ങനെ വേണമെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുവരണമെങ്കിലും അതിനൊന്നും ഞങ്ങൾക്ക് തടസ്സമില്ല. ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണമെങ്കിലും അതിനും തടസ്സമില്ല. അപ്പോൾ പിന്നെ വണ്ടി അതാണ്. അപ്പോൾ അത് നിങ്ങൾ വണ്ടി നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. നമുക്ക് ലോണിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാനും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു തരാനും അതിനുള്ള സ്റ്റാഫുകളും സൗകര്യവും ഇവിടെ ഉണ്ട്. ഏകദേശം നമുക്ക് 5 ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ സിറ്റിംഗ് ഉണ്ട്, നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വരിക, വന്നിട്ട് ഏകദേശം 1-1 മണിക്കൂറിൽ അധികം വരില്ല, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ എന്താണെങ്കിലും വരിക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുക്കുന്നുണ്ട്, നമ്മുടെ ഒരു കൂട്ടുകാരൻ വണ്ടി എടുക്കുന്നുണ്ട്. അതിന്റെ ഡെലിവറിയിലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ ഡെലിവറി ഇടയ്ക്കാണ്. എവിടെന്നാ വരുന്ന? നീർക്കോട്, ആലങ്ങാട് പഞ്ചായത്ത്, നീർക്കോട്. നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഈശ്വരൊക്കെ എനിക്ക് അറിയാം, ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാണ് വണ്ടി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്ന് എടുക്കാറുണ്ട്. എന്നാലും ഇവിടുത്തെ സർവീസും ഇതിൻ്റെ എല്ലാം നല്ല അടിപൊളിയാണ്. അത് അത്യാവശ്യം മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടോ? നമുക്ക് പറ്റാവുന്ന സാധാരണക്കാർക്ക് പറ്റുന്ന വിലയിലാണ് വണ്ടി കിട്ടുന്നത്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി എടുത്താലും ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്തു തരുന്നത്. ഹാപ്പി കസ്റ്റമർ ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ചടങ്ങിലേക്ക് അടക്കട്ടെ. ഓക്കെ. ആ പേര് വയ്ക്കാൻ പറഞ്ഞേ. വിമൽ കെ പോൾ. ആളുടെ പേര് വെച്ചില്ല, ചേച്ചിയുടെ പേര് സുമി. ഓക്കെ. അപ്പോൾ ഹാപ്പി റൈഡിങ്. ഇവിടുന്ന് എത്രാമത്തെ വണ്ടി എടുക്കണേ? 4ാമത്തെ വണ്ടിയായിരുന്നു. 4ാമത്തെ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. താക്കോലായി മാറിക്കോളൂ.